ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഈവനിങ്/നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറയാം. ഒരു പ്രൊഡക്റ്റീവ് ഡേ എൻഡിങ്. എൻ്റെ ഈവനിങ് സ്റ്റാർട്ടാവുന്നത് ഒരു ഈവനിങ് ക്ലാസ്സിൻ്റെ എൻഡോട് കൂടിയാണ് കേട്ടോ. ഞാനൊരു തഫ്സീർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5:30 തൊട്ട് ഒരു 6:30 വരെയാണ് അതിൻ്റെ ടൈം ഉണ്ടാവുക. ചിലപ്പോഴൊക്കെ എക്സ്റ്റെൻഡ് ആവും. അത് കഴിയുമ്പോഴത്തേനും നമുക്ക് മഗ്‌രിബ് നിസ്കരിക്കാനുള്ള സമയമാവും കേട്ടോ. അപ്പോൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് പിന്നെ എൻ്റെ കയ്യിലൊരു പ്രാർത്ഥനാ ബുക്കുണ്ട്, അതൊക്കെ നോക്കി പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഖുർആൻ ഓതും. മഗ്‌രിബിന് ശേഷം കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി കഴിയുമ്പോഴത്തേനും ഡിന്നറൊക്കെ കഴിക്കാൻ വിളിക്കും. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ ചെയ്ത് ആ ഒരു റുട്ടീൻ കഴിയും. ഡിന്നർ കഴിഞ്ഞാൽ എൻ്റെ സെക്കൻഡ് സെറ്റ് ഓഫ് നൈറ്റ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രെയർ ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ തന്നെ പല പല ബുക്സും ഇൻ്റർനെറ്റിലുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് കളക്ട് ചെയ്ത എൻ്റെ ഒരു കളക്ഷൻ ഓഫ് പ്രേയേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് കേട്ടോ ഈ ബുക്കിൽ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, ഒരു ഓൺലൈൻ കോഴ്സ്. മോർണിംഗിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അവരുടെ വക കുറച്ച് ടാസ്കുകളും ഹോംവർക്ക് പോലെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ പണികളൊക്കെയാണ് പിന്നെ ചെയ്യാനുണ്ടാവുക. ഒരു 1/2 hour 45 minutes അതും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് ആ ക്ലാസ്സിലെടുത്ത കുറച്ച് നോട്ട്സും സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് തറവാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ദിവസത്തെ പ്ലാനർ ബുക്ക് എടുക്കും. ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ കംപ്ലീറ്റ് ആയോ, എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല, എന്തൊക്കെ നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് പിറ്റേന്നത്തെ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ നമുക്ക് അന്ന് രാത്രി തന്നെ കിട്ടും. ഇതൊക്കെ കഴിയുമ്പോഴത്തേനും രാത്രി ഒരു 10 മണിയാവും. അത് കഴിഞ്ഞാലാണ് നമ്മളെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറയും. ആദ്യം ഒന്ന് മേൽ കഴുകും. ഈവനിങ് ബാത്ത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് ചൂടും ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ മേലൊന്നും കഴുകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മേലൊക്കെ ഒന്ന് കഴുകി പിന്നെ നമ്മൾ ഫേസ് വാഷ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ നീം ഫേസ് വാഷാണ്. ഞാൻ വേറെയും ഫേസ് വാഷസ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് മോസ്റ്റ്ലി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നീം ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. ബാക്കി ഏത് യൂസ് ചെയ്യുമ്പോഴും ചില സ്റ്റേജസ് എത്തുമ്പോൾ നമുക്ക് പിമ്പിൾസൊക്കെ വരും. എന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും അത് പോകുന്ന പോലെ ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഹിമാലയയുടെ നീം ഫേസ് വാഷ് നമ്മൾ ഇപ്പോൾ പിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിലും എഫക്റ്റീവായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ അതാണ് യൂസ് ചെയ്യാറ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഒറീമിയുടെ പ്രൊഡക്ട്സാണ്. ജസ്റ്റ് അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യും. ഫേസ് സിറം once in 2 days എന്നുള്ള പോലെ, ഡെയിലി ഇല്ല, ഒരു 2 ദിവസം കൂടുമ്പോൾ ഫേസ് സിറം യൂസ് ചെയ്യും. അതേപോലെ നൈറ്റ് മാസ്കും പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ അവിടെ എത്തിയിരുന്നു. ഇനി അത് കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ ഉള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അവസാനം ഒന്ന് ഇശാ നിസ്കരിക്കാനുണ്ടാവും. അപ്പോൾ ഇശയൊക്കെ നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു ഖുർആൻ ഓത്തുണ്ട്. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ഖുർആനൊക്കെ ഓതി ബാക്കി പ്രാർത്ഥനകളെല്ലാം ഓതിയിട്ട് അതും വൈൻഡപ്പ് ചെയ്യും. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള കുറേ ശീലങ്ങളുണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒന്നും നടക്കില്ല. അതിനെല്ലാത്തിനും ഓരോരോ കാരണങ്ങളും നമ്മൾ പറയും കേട്ടോ. ഞാനും പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആവണം എന്നൊക്കെ. ബട്ട് സമയം കിട്ടുന്നില്ല, ഒന്നിനും ടൈമില്ല എന്നൊക്കെ. ഞാൻ ഈ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, ഒരു 2 months ആയിട്ടുണ്ടാവും. അതിന് മുന്നേ വരെ എന്തേലുമൊക്കെ റീസൺ പറഞ്ഞ് ഒന്നും ചെയ്യൂലായിരുന്നു. നമ്മൾ പറയൂലേ, ഒരു സുപ്രഭാതത്തിൽ എന്തോ ബോധോദയം വെച്ചു എന്നൊക്കെ. അങ്ങനെ എന്തോ സംഭവിച്ചതാണ് തോന്നുന്നു. ബട്ട് 1-2 ദിവസം ചെയ്തപ്പോൾ ശരിക്കും ലൈഫിൽ എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ഒരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടെങ്കിൽ അത് ലൈഫിനെ മാറ്റുക തന്നെ ചെയ്യും. നമ്മൾ ഏത് റിലീജിയനിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥനയും അതിനെക്കുറിച്ച് പഠിക്കലും ഒക്കെ നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അതൊക്കെ ഉണ്ടാകുമ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെയാണ്. ഈ ഒരു റുട്ടീനൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇന്നത്തെ ദിവസം വെറുതെ ആയില്ല എന്നൊരു തോന്നലാണ്. ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു, വെറുതെ പോയില്ല ഇന്നത്തെ ദിവസം എന്നൊക്കെ തോന്നും. ആ ഒരു ഫീലിങ്ങോട് കൂടി ഉറങ്ങാൻ പറ്റും. നമുക്ക് ഡെയിലി എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് നൈറ്റ് റുട്ടീൻ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ.